തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അവരെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന ഒരു ഗവൺമെന്റിനെയും CPM നേതാക്കന്മാരെയുമാണ് നമ്മൾ കാണുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് അങ്ങാടിപ്പുറം മണ്ഡലം കമ്മിറ്റി അങ്ങാടിപ്പുറത്ത് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ 1424 മണ്ഡലങ്ങളിലേക്കും 941 പഞ്ചായത്തുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലേക്കും 60 കോർപ്പറേഷനുകളിലേക്കുമായി 152 ദിവസമെടുത്ത് ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്കാണ് മഹിളാ കോൺഗ്രസ് അങ്ങാടിപ്പുറം മണ്ഡലം കമ്മിറ്റി അങ്ങാടിപ്പുറത്ത് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. അധികാരം ലഭിച്ചിട്ടും പാർട്ടി പ്രവർത്തകർക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ജെബി മേത്തർ എന്ന് PK ഫിറോസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, നാളെ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 1000ാമത്തെ പര്യടനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് ഏറ്റു എന്ന സന്തോഷ വാർത്ത ജെബി മേത്തർ എന്നോട് പങ്കുവെക്കുകയുണ്ടായി. അത്ര വലിയ ഒരു യാത്ര കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടുണ്ടോ എന്ന് എൻ്റെ ഓർമ്മയിലില്ല. ജെബി മേത്തർ MP ആയപ്പോൾ ഞാനൊരു ദിവസം ഒരു രംഗം പത്രത്തിൽ കണ്ടു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ചിലർക്കൊക്കെ അധികാരം കിട്ടിയാൽ പിന്നെ വസ്ത്രം ചുളിയാൻ പാടില്ല എന്നൊരു തോന്നലുണ്ട്. എന്നാൽ എപ്പോഴും പാർട്ടി പ്രവർത്തകരോടൊപ്പം ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ജെബി മേത്തർ എന്ന് സമരങ്ങളിലായാലും സമരങ്ങളുടെ പുറത്തായാലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ തെളിയിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ജെബി മേത്തർ MP മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ സർവ്വമേഖലയും തകർന്നു കിടക്കുകയാണെന്ന് ജെബി മേത്തർ ആരോപിച്ചു. സമസ്ത ജനവിഭാഗങ്ങളും എല്ലാ മേഖലയും തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആശാവർക്കർമാരാണെങ്കിലും അവരെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന ഒരു ഗവൺമെന്റിനെയും CPM നേതാക്കന്മാരെയുമാണ് നമ്മൾ കാണുന്നത്. ആശാവർക്കർമാരാണെങ്കിലും അംഗൻവാടി തൊഴിലാളികളാണെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ യാത്രയിലുടനീളം ഞങ്ങൾക്ക് നിവേദനങ്ങൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ മത്സ്യത്തൊഴിലാളികളാണെങ്കിലും മലയോര മേഖലയിലുള്ളവരാണെങ്കിലും കർഷകരാണെങ്കിലും യുവാക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും സമസ്ത ജനവിഭാഗങ്ങളും ഈ ദുരിതത്തിൽ മനസ്സ് മടുത്തിരിക്കുന്ന ഒരു കാലഘട്ടം. ജാഥ തിരൂരങ്ങാടിയിൽ എത്തുന്നതോടെ 1000 മണ്ഡലങ്ങൾ പൂർത്തിയാക്കും. 1000 മണ്ഡലങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ പ്രതിഷേധമെന്ന് ജെബി മേത്തർ വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ, LDF സർക്കാരിനെതിരെ, കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രിക്കെതിരെ, മയക്കുമരുന്നിൻ്റെ മാഫിയയുടെ അഴിഞ്ഞാട്ടം നടക്കുന്ന ഈ കേരളത്തിൽ അതിനൊന്നും എതിരായി ഒന്നും ചെയ്യാത്ത ഈ സർക്കാരിനെതിരെയാണ് നമ്മൾ ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. ചടങ്ങിൽ മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രമീള കേശവൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജമ്മ മാത്യു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ്, യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി നജ്മ തബ്ഷീറ, ജില്ലാ നിർവഹണ സമിതി അംഗം KS അനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. 100 കണക്കിന് പ്രവർത്തകരാണ് ജാഥയുടെ ഭാഗമായത്. ചാനൽ 10 പെരിന്തൽമണ്ണ. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.